പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ ബൈലാറ്ററൽ ന്യൂമോണിയ ബാധിച്ച് ജെമല്ലി ആശുപത്രിയിൽ അഡ്മിറ്റഡ് ആയിട്ട് ഇത് 25-ാം ദിനമാണ്. ആ ആശുപത്രിയിൽ നിന്നുകൊണ്ടാണ് പരിശുദ്ധ പിതാവിൻ്റെ ആരോഗ്യനിലയെക്കുറിച്ച് ഞങ്ങൾ അപ്ഡേറ്റ് നിങ്ങൾക്ക് നൽകുന്നത്. നമുക്ക് ഇപ്പോൾ കിട്ടുന്ന ഇൻഫർമേഷൻ അനുസരിച്ച് പരിശുദ്ധ പിതാവ് വലിയ കുഴപ്പമൊന്നും കൂടാതെ കഴിഞ്ഞ രാത്രിയിൽ വിശ്രമിക്കുകയും ഇന്ന് പരിശുദ്ധ പിതാവിനുള്ള തെറാപ്പികൾ തുടരുകയുമാണ്. പ്രത്യേകിച്ച് മോട്ടോർ ഫിസിയോതെറാപ്പിയും ശ്വസന ഫിസിയോതെറാപ്പിയും തുടരുകയാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ രാത്രിയിലെ പരിശുദ്ധ പിതാവ് നോൺ ഇൻവേസീവ് മെക്കാനിക്കൽ വെന്റിലേഷൻ ആണ് സ്വീകരിച്ചത്. അതുപോലെ പകൽ സമയത്ത് പരിശുദ്ധ പിതാവ് ഹൈ ഫ്ലോ ഓക്സിജൻ തെറാപ്പിയാണ് പരിശുദ്ധ പിതാവ് സ്വീകരിക്കുന്നത്. ഇന്നേ ദിവസം ഏറ്റവും സുപ്രധാനമായ ഒരു വാർത്ത എന്ന് പറയുന്നത് വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയത്രോ പരോളിൻ, അതോടൊപ്പം തന്നെ സെക്രട്ടേറിയറ്റ് ഓഫ് സ്റ്റേറ്റ് അഫയേഴ്സിലെ ആർച്ച് ബിഷപ്പ് എഡ്ഗാർ പേനപാറയും പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയെ ജെമല്ലി ആശുപത്രിയിൽ കണ്ട് കൂടിക്കാഴ്ച നടത്തുകയും തിരുസഭയുടെയും ലോകത്തിലും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അപ്ഡേറ്റ് നൽകുകയും ചെയ്തു. മറ്റൊരു പ്രധാന വാർത്ത എന്ന് പറയുന്നത് തിരുസഭയുടെ ജൂബിലി വർഷമായ ഈ വർഷത്തിൽ ഇന്നേ ദിവസം ലോകത്തിലുള്ള എല്ലാ വോളണ്ടിയേഴ്സിനുമുള്ള ജൂബിലി ആഘോഷം നടക്കുകയുണ്ടായി. അത് ഏകദേശം 100-ലേറെ കർദിനാൾമാരും വൈദികരും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും അതോടൊപ്പം തന്നെ 30,000 ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിയ 30,000-ത്തോളം വോളണ്ടിയേഴ്സ് ഈ ജൂബിലി ആഘോഷങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്തു. അതിമനോഹരമായ ഫ്ലോറസെന്റ് ലൈറ്റ് കളറുള്ള ജാക്കറ്റ് ഇട്ട ഈ 30,000 വോളണ്ടിയേഴ്സ് വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് വത്തിക്കാൻ സ്ക്വയറിൽ ഇന്ന് പ്രദാനം ചെയ്തത്. വോളണ്ടിയേഴ്സിന് വേണ്ടിയുള്ള ആ ജൂബിലി ബലിയിൽ പരിശുദ്ധ പിതാവ് നേതൃത്വം കൊടുക്കേണ്ടതും പങ്കെടുക്കേണ്ടതുമായിരുന്നു. എന്നാൽ അനാരോഗ്യം മൂലം ആശുപത്രിയിൽ അഡ്മിറ്റഡ് ആയിരിക്കുന്ന പരിശുദ്ധ പിതാവ് ഡെക്കാസ്ട്രി ഓഫ് ഇന്റഗ്രൽ ഹ്യൂമൻ ഡെവലപ്മെന്റ് പ്രീഫെക്റ്റ് ആയിരിക്കുന്ന അഭിമന്യ കർദിനാൾ മൈക്കിൾ ഷെർണിയെയാണ് ആ ചുമതലയ്ക്കായി നിയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പരിശുദ്ധ പിതാവ് നൽകേണ്ട സന്ദേശം ദിവ്യബലി മധ്യത്തിൽ മൈക്കിൾ ഷെർണി കർദിനാൾ വായിക്കുകയുണ്ടായി. വോളണ്ടിയേഴ്സിനുള്ള സന്ദേശത്തിൽ പരിശുദ്ധ പിതാവ് വോളണ്ടിയേഴ്സായി സേവനം ചെയ്യുന്ന ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സേവനം ചെയ്യുന്ന എല്ലാവരെയും നന്ദിയോടെ അനുസ്മരിക്കുകയുണ്ടായി. ഒപ്പം പരിശുദ്ധ പിതാവ് പറഞ്ഞു, ലോകത്തിന്റെ കഷ്ടപ്പെടുന്നവരുടെ നടുവിലും രോഗത്തിലൂടെയും തെരുവിലൂടെയും ഒക്കെ അലയുന്നവരുടെ നടുവിൽ സേവനം ചെയ്യുന്ന ഇവരുടെ സേവനം ലോകത്തിന് പ്രത്യാശ നൽകുന്നുള്ളതാണെന്ന് കൂട്ടിച്ചേർക്കുകയും ചെയ്തു. ഒപ്പം അവരുടെ ഉദാര മനസ്സുകതയും അതുപോലെ തന്നെ അവരുടെ സേവന സന്നദ്ധയും പരിശുദ്ധ പിതാവ് ഒത്തിരി പ്രോത്സാഹിപ്പിക്കുകയും അവരെ അഭിനന്ദിക്കുകയും ചെയ്തു. സാധാരണയായി ഞായറാഴ്ചകളിൽ ഏഞ്ചലൂസ് മധ്യേ പരിശുദ്ധ പിതാവ് പ്രത്യേകമായ സന്ദേശം ദൈവജനത്തിന് നൽകാറുണ്ട്. ഇന്ന് ആശുപത്രിയിലായതുകൊണ്ട് അങ്ങനെ ഒരു സന്ദേശം പരിശുദ്ധ പിതാവിന് നൽകുവാൻ സാധിച്ചില്ല. അതുകൊണ്ട് നവമാധ്യമങ്ങളിലൂടെ പരിശുദ്ധ പിതാവ് നൽകിയിരിക്കുന്ന സന്ദേശത്തിൽ ഒരു കാര്യം പ്രത്യേകം ഊന്നി പറയുകയുണ്ടായി. നൊയമ്പ് കാലം ആത്മവിശുദ്ധീകരണത്തിനും ആത്മശോധനയ്ക്കുമുള്ള നവീകരണത്തിനുമുള്ള ഒരു സമയമായി കാണണമെന്നും ഉപവിയിലും പ്രത്യാശയിലും അതോടൊപ്പം തന്നെ ചാരിറ്റിയിലും വളരാനുള്ള ഒരു സമയമായി ഇതിനെ കാണണമെന്നും പരിശുദ്ധ പിതാവ് പ്രത്യേകം ഊന്നി പറയുകയുണ്ടായി. പതിവ് പോലെ പരിശുദ്ധ പിതാവിനുള്ള ജപമാല തുടർന്നുകൊണ്ടിരിക്കുകയാണ് വത്തിക്കാൻ സ്ക്വയറിൽ. ഇന്നലെ രാത്രി പരിശുദ്ധ പിതാവിന് വേണ്ടിയുള്ള ജപമാല പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുത്തത് കൾച്ചർ ആൻഡ് എഡ്യൂക്കേഷന് വേണ്ടിയുള്ള ഡിക്കാസ്ട്രിയുടെ തലവനായ കർദിനാൾ ഹൊസെ തൊളന്തീനോ ആണ്. എന്നാൽ ഇന്ന് വത്തിക്കാൻ സ്ക്വയറിൽ നടക്കുന്ന ജപമാലയുടെ സമയത്തിൽ നേരിയ വ്യത്യാസമുള്ളതായി വത്തിക്കാൻ വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അതായത് ഇന്നത്തെ ജപമാല രാത്രി 9 മണിക്ക് നടക്കേണ്ടതിന് പകരം വൈകുന്നേരം 6 മണിക്കായി ക്രമീകരിച്ചിരിക്കുകയാണ്. അതിന് കാരണം റോമൻ കുരിക്ക് വേണ്ടിയുള്ള ധ്യാനം, റോമൻ കുരിയിലെ എല്ലാ മെമ്പേഴ്സിനും വേണ്ടിയുള്ള നോമ്പ് കാലത്തെ ധ്യാനം ആരംഭിക്കുന്നതുകൊണ്ടാണ് ഈ മാറ്റത്തിന് വ്യത്യാസം എന്ന് നമുക്കറിയാൻ സാധിച്ചിട്ടുണ്ട്. പരിശുദ്ധ പിതാവിന് വേണ്ടി ജെമല്ലി ആശുപത്രിയുടെ പരിസര പ്രദേശങ്ങളിലും അതോടൊപ്പം തന്നെ വത്തിക്കാൻ സ്ക്വയറിലും ലോകം മുഴുവനും പ്രാർത്ഥനകൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഫലദായകമായി കൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ് പരിശുദ്ധ പിതാവിൻ്റെ ആരോഗ്യനില സ്ഥായിയായി തുടരുന്നതും ചെറിയ പുരോഗതിയുള്ളതായി നമ്മൾക്ക് അറിയുവാൻ കഴിഞ്ഞതും. അതുകൊണ്ട് തന്നെ പരിശുദ്ധ പിതാവിന് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ കൂടുതൽ തീക്ഷ്ണതയോടെ നമുക്ക് തുടരാം. ജെമല്ലി ഹോസ്പിറ്റലിൽ നിന്നും ജോബി പോളിനോടൊപ്പം ഗുഡ്നസ് ചാനലിന് വേണ്ടി ഫാദർ ജോജി പോൾ.